ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചാണ്. നടേശനെ കയറ്റിയതിനെ കുറിച്ച് ന്യായീകരണം നടേശൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോഴങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വാഹനം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അതിലേക്ക് കയറ്റി. ഇതാണല്ലോ നിങ്ങളെ വ്യാഖ്യാനം. അങ്ങനെയാണോ ജനങ്ങൾ വിശ്വസിക്കുന്നത്? നടേശൻ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങളെ എതിർക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായോ? ആരെങ്കിലും എതിർത്തോ? മുഖ്യമന്ത്രി എതിർത്തോ? ഗോവിന്ദമാഷ് എതിർത്തോ? ജനങ്ങൾ അപ്പോൾ വിശ്വസിച്ചില്ലേ? നടേശന്റെ വർഗീയ വിഷം തുപ്പുന്ന ആ നിലപാട് വന്നപ്പോൾ ആ നിലപാടിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ പാർട്ടി സെക്രട്ടറിക്കോ മുൻ മുഖ്യമന്ത്രിക്കോ സാധിച്ചോ? അതിനെ ന്യായീകരിക്കില്ലേ? അങ്ങനെയുള്ള ഒരാളെയും കയറ്റിയിട്ടാണല്ലോ മുഖ്യമന്ത്രി പോകുന്നത്. എങ്ങനെയാണ് നിങ്ങളെ ന്യൂനപക്ഷങ്ങൾ വിശ്വാസത്തിലെടുക്കുക? കേരളത്തിലെ മതേതര മനസ്സിനെ വ്രണപ്പെടുന്ന നിലപാടല്ലേ നിങ്ങൾ സ്വീകരിച്ച് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ? പിന്നീടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് തെറ്റായിപ്പോയി. എങ്ങനെയാ സന്ദേശം അവിടെ എത്തിയത്? എന്ത് വിചിത്രമായ വാദമാണ് ഇവർ പറയുന്നത്. യോഗി ആദിത്യ ഇവിടെ ഇങ്ങനെ അയ്യപ്പ സംഗമം നടക്കുന്നുണ്ട്, എന്നാ പിന്നെ എന്റെ വഴി ഒരു സന്ദേശം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് യോഗി ആദിത്യ സന്ദേശം അയച്ചതാണോ? ഒരു മുഖ്യമന്ത്രി സന്ദേശം നൽകേണ്ട ആവശ്യപ്പെട്ടിട്ടുള്ളവരുണ്ടാവുമല്ലോ. ആരാണ് യോഗി ആദിത്യനാഥിനോട് സന്ദേശത്തിന് ചോദിച്ചത്? എങ്ങനെയാണ് സന്ദേശം അവിടെ എത്തിയത്? പറന്നു വന്നിട്ട് എത്തിയല്ലോ. ഇതെല്ലാം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന BJPയുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീലിന്റെ ഭാഗമാണ് എന്നല്ലേ ജനങ്ങൾ വിശ്വസിക്കുന്നത്? അതല്ലേ ജനങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ നോക്കണം, ഇവിടെ ലാവലിൻ കേസ് നീട്ടി പോവുകയാണ്. ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്താ? ഈ ഡീലിന്റെ ഭാഗമാണത്. അതുപോലെ വീണക്കെതിരായിട്ടുള്ള കേസ് അത് ഡീലിന്റെ ഭാഗമാണ് എന്നൊക്കെയല്ലേ ജനങ്ങൾ വിശ്വസിക്കുന്നത്? ഞാനോട്ടെ, അങ്ങനെ തീർച്ചയായിട്ടും ഈ പരാജയത്തിന് ഇതെല്ലാം ഒരു കാരണമല്ലേ? മുഖ്യമന്ത്രിയുടെ പെരുമാറ്റവും സ്വഭാവവും പാർട്ടിയിലുടനീളം ചർച്ച ചെയ്തിട്ടില്ലേ? നിങ്ങൾ റിവ്യൂ റിപ്പോർട്ടിൽ അത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പം മുഖ്യമന്ത്രിക്ക് ഒരു കുഴപ്പമില്ല, പാർട്ടി സെക്രട്ടറിക്ക് കുഴപ്പമില്ല, കുഴപ്പം മുഴുവൻ താഴെയാണ്. ഇതല്ലേ നിങ്ങൾ റിവ്യൂ റിപ്പോർട്ട്? ഇതാണ് പറഞ്ഞത്, കൊടിയ വഞ്ചനയാണ് പാർട്ടിയോട് നിങ്ങൾ ഇനിയും കാണിക്കുന്നത്. ജനങ്ങൾക്കറിയാം, ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് ഈ പരാജയത്തിന് ഉത്തരവാദി. ചില ബ്രാഞ്ചുകളിൽ നടക്കുന്ന ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള ചില സഖാക്കൾ പറഞ്ഞത്, ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലേ ഇനി ഞാൻ ബ്രാഞ്ചിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു പോയ സഖാക്കളുണ്ട്. ഈ വികാരം കാണണ്ടേ? അപ്പൊ ഈ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറയുമ്പം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാവണം. അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം താഴേക്കടയിലുള്ള സഖാക്കളെ തലയിൽ അടിച്ചേൽപ്പിച്ച് ഞങ്ങളെല്ലാം കേമന്മാരാണ്, ഞങ്ങളെ കൈ ശുദ്ധമാണ് എന്ന് വരുത്തി നിങ്ങൾക്ക് അധികാരം പോകാൻ വേണ്ടി കഴിയോ? ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന തെളിവല്ലേ ഈ തെരഞ്ഞെടുപ്പുണ്ടായിട്ടുള്ള ഫലം? അതുകൊണ്ട് തിരുത്താൻ CPM തയ്യാറുണ്ടെങ്കിൽ, അത് തിരുത്തുന്നതിന് CPM തയ്യാറുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഉള്ള സഖാക്കളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന വിമർശനങ്ങൾ കേൾക്കാനും അതിന് പരിഹാരം കാണാനും CPM നേതൃത്വം തയ്യാറാവുന്നില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തൽ നിങ്ങൾ വരുത്തുമെന്ന് ജനം വിശ്വസിക്കില്ല. ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്തായവരാണല്ലോ. ഒരുപാട് ജനങ്ങളുണ്ടല്ലോ, നമുക്ക് വോട്ട് ചെയ്തവർ CPMകാർ തന്നെയാണ്, അല്ലാതെ വോട്ട് കിട്ടില്ലല്ലോ. രാകേഷ് പറയുന്ന പോലെ പള്ളി എന്ന് പറഞ്ഞിട്ടല്ലല്ലോ പയ്യന്നൂർ വോട്ട് ചെയ്തത്, പള്ളി എന്ന് പറഞ്ഞിട്ടല്ലല്ലോ തളിപ്പറമ്പിൽ വോട്ട് ചെയ്തത്, പാർട്ടിക്കാരിൽ വോട്ട് ചെയ്തത്. അപ്പൊ അത് ശരിയായ രീതിയിൽ കണ്ടെത്തി തിരുത്തിക്കുന്നത് ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തവർ CPMന്റെ ആളുകളുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ഈ നിലപാടിൽ പ്രതിഷേധിക്കുന്ന CPM ആളുകളുണ്ട്. അവരെയെങ്കിലും നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാൻ കഴിയണമെങ്കിൽ സത്യസന്ധമായ ഒരു വിലയിരുത്തലാണ് നിങ്ങൾ നടത്തേണ്ടിയിരുന്നത്. അത് നടത്തിയിട്ടില്ല എന്നതാണ് ഈ കാര്യം ഭാഷണ പത്രസമ്മേളനം കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്.